2010 ശേഷം സിറിയയിൽ നടന്ന ഹിസ്ബുള്ളയുടെയും മറ്റു നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലയിൽ സുന്നി മുസ്ലിങ്ങളെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതിന് അദ്ദേഹം സാക്ഷിയായി. മരണപ്പെട്ട ഈ ഹസൻ നസ്രുള്ള ഹിസ്ബ് നേതാവ്, ഇദ്ദേഹത്തെക്കുറിച്ച് ഇഖ്വാനിസത്തിൻ്റെ ആത്മീയ നേതാവ് ഡോക്ടർ യൂസുഫുൽ കർലാവി തന്നെ ആക്ഷേപിച്ചതായിട്ടൊക്കെ കാണുന്നു. എന്താണ് അതിൻ്റെ സ്ഥിതി? അദ്ദേഹം അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഇഖ്വാൻ പ്രസ്ഥാനങ്ങളുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ ഇദ്ദേഹത്തെ വലിയ ഷഹീദായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷഹീദായി പരിചയപ്പെടുത്തിക്കൊണ്ട് ബുഷൈറുദ്ദീൻ ഷർക്കി എന്നറിയുന്ന ആൾ വലിയൊരു പോസ്റ്റ് തന്നെ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഈ ഹസൻ നസ്രുള്ളയും അതിനു മുമ്പ് മരണപ്പെട്ട ഹനിയയും കൂടിയിട്ട്. അപ്പോൾ എന്താണ് ഇവരുടെ നേതാവ് കർലാവി തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്? ഡോക്ടർ യൂസുഫുൽ കർലാവി മറ്റ് പല ഇഖ്വാൻ നേതാക്കളെയും പോലെ തന്നെ ഒരു കാലത്ത് കലവറയില്ലാതെ ഇറാനെയും ഹിസ്ബുള്ളയെയും അതുപോലുള്ള മറ്റ് ഷിയ കക്ഷികളെയും പിന്തുണച്ച ഒരാളായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വേദികളിലും പേജുകളിലൊക്കെ വളരെ ശക്തമായിട്ട് പിന്തുണച്ച് അവരെ അനുകൂലിച്ച് പുസ്തകം എഴുതിയ ആളാണ്. പക്ഷേ 2010 ശേഷം സിറിയയിൽ നടന്ന ഹിസ്ബുള്ളയുടെയും മറ്റു നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലയിൽ സുന്നി മുസ്ലിങ്ങളെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതിന് അദ്ദേഹം സാക്ഷിയായി. അപ്പോൾ അദ്ദേഹത്തിന് നിലപാട് തിരുത്തി പറയേണ്ടി വന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഇവരെ ന്യായീകരിച്ചവനാണ്. ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ പോരാടിയപ്പോൾ നാം അവരെ പ്രതിരോധിച്ചു. ഹിസ്ബുള്ളക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ സൗദി അറേബ്യയെ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെയാണ് നാം നിലകൊണ്ടത്. ഹിസ്ബുള്ളയുടെ ഭിന്നത വിതക്കാനുള്ള പദ്ധതികളെപ്പറ്റി അഥവാ സൗദി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അവരുടെ വിശ്വാസങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും എതിരെ അവർ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഹിസ്ബുള്ളയെ ന്യായീകരിച്ചു. എന്നാൽ ആ സൗദി പണ്ഡിതന്മാർ എന്നേക്കാൾ പക്വതയും അറിവുമുള്ളവരായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇസ്രായേലിനെതിരെ പോരാടുന്ന മുസ്ലിങ്ങൾ കാര്യങ്ങൾ നേരിലുള്ളതുപോലെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. എല്ലാ മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എങ്ങനെയാണ് ഇസ്രായേലിനെ പിന്തുണക്കുക? പക്ഷേ അവർ പണ്ഡിതന്മാർ അവരുടെ മേൽ സമാധാനവും രക്ഷയും ഉണ്ടാകട്ടെ. സൗദി പണ്ഡിതന്മാരെ പറ്റിയാണ് പറയുന്നത്. അവർ എന്നെക്കാൾ സമർത്ഥരായിരുന്നു. ഞാൻ ന്യായീകരിച്ചവർ. അവർ പോയി സിറിയയിലെ അവരുടെ സഹോദരന്മാരെ കൊന്നു. ആര്? ഹിസ്ബുള്ള. ഞാൻ ന്യായീകരിച്ചവരാണ് ഹിസ്ബുള്ള. പക്ഷെ അവർ സിറിയയിൽ പോയിട്ട് സുന്നി സഹോദരന്മാരെ കൊന്നു. അവർ ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് ഞങ്ങൾ കരുതിയത്. പക്ഷേ പ്രത്യക്ഷത്തിൽ അവർ അങ്ങനെയല്ല. സിറിയൻ ജനതയ്ക്കെതിരെ പോരാടുന്നവർ ഹിസ്ബുള്ള എന്ന് സ്വയം വിളിക്കുന്നു. എന്നാൽ അവർ ഹിസ്ബു ഷെയ്ത്താനാണ്, സാത്താൻ്റെ പാർട്ടിയാണ്. ഷെയ്ത്താൻ അവരെ പിടികൂടുകയും സർവശക്തനായ അള്ളാഹുവിനെ മറക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ രീതിയിൽ വളരെ ഗുരുതരമായി ഹിസ്ബുള്ള എന്നതിന് ഹിസ്ബുല്ലാത്ത എന്നാണ് ബഹുമാനനായ യൂസുഫുൽ കർലാവി അദ്ദേഹത്തിൻ്റെ ഖുത്ബയിൽ പറഞ്ഞത്. ഹിസ്ബു ഷെയ്ത്താൻ. അവർ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ അവർ കൊല്ലുന്നു. റഷ്യയുടെയും ഇറാൻ്റെ ആയുധം കൊണ്ടും. ഹിസ്ബു താവൂത്ത്, ഹിസ്ബു ഷെയ്ത്താൻ. മുസ്ലിങ്ങളെ കൊന്ന് അള്ളാഹുവിലേക്ക് മുസ്ലിങ്ങളെ കൊന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ അടുക്കുകയാണ്. ഹിസ്ബു ഹസൻ നസ്രുല്ലാത്ത എന്നാണ് ഹസൻ നസ്രുല്ല എന്ന പേര് ഡോക്ടർ യൂസുഫുൽ കർലാവി പറഞ്ഞത്. ഇവനെ അള്ളാഹു ഒരു ദിവസം ഈ ക്രൂരനെ പിടികൂടുക തന്നെ ചെയ്യും എന്നും കർലാവി തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും നാം അപലപിക്കുന്നു. ഇസ്തഹവദ അലൈഹിം ഷെയ്ത്താനു ഫഅൻസാഹും ദിക്റല്ലാ ഉലാഹിക ഹിസ്ബു ഷെയ്ത്താൻ എന്നൊക്കെ ആയത്തോതിയിട്ട് വളരെ ശക്തമായ ഭാഷയിൽ തൻ്റെ മുൻകാല ചെയ്തി അബദ്ധമായിരുന്നു എന്നും അന്ന് സൗദി പണ്ഡിതന്മാർ പറഞ്ഞതാണ് ശരിയെന്നും ഈ ഹിസ്ബുള്ളയും ഇറാനും അതുപോലെ സിറിയയിലെ ബഷാറുൽ അസദുമൊക്കെ ദശലക്ഷക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തവരാണെന്നും എല്ലാം യൂസുഫുൽ കർലാവി നമുക്ക് ബോധ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ഇഖ്വാനികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഇന്നും ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോഴും അവർ ഹിസ്ബുള്ളയെ ഷഹീദ് ഹസൻ നസ്രുള്ള എന്നും യാ ഷഹീദ് യാ സലാം എന്നൊക്കെ അവരുടെ സോഷ്യൽ മീഡിയകളിൽ നിരന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ള ആരാണെന്നും എന്താണ് അവരുടെ പരിപാടിയെന്നും ഏകദേശം ഉസ്താദിൻ്റെ സംസാരങ്ങളിൽ നിന്ന്
മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതോടൊപ്പം മറ്റൊരു ചോദ്യം, ഇവർ ഇതര രാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ. ഇറാൻ്റെ ആയുധമാണ് ഹിസ്ബുള്ള എന്ന് നമ്മൾ പറയുകയുണ്ടായി. ലബനാനിൽ മാത്രമല്ല ഹിസ്ബുള്ളയുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇറാൻ അജണ്ട മറ്റു രാജ്യങ്ങളിൽ നടപ്പാക്കുവാൻ അതേ പേരിൽ ഹിസ്ബുള്ള അൽ ബഹ്റൈനി, ബഹ്റൈനിൽ ഹിസ്ബുള്ള ഉണ്ട്. ഹിസ്ബുള്ള അൽ കുവൈത്തി, കുവൈത്തിൽ ഹിസ്ബുള്ളയുണ്ട്. ഹിസ്ബുള്ള അൽ ഹിജാസ്, ഹിജാസിലെ ഹിസ്ബുള്ള അഥവാ സൗദി അറേബ്യയെ അവിടുത്തെ രാജ സംവിധാനത്തെ തകർത്ത് ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി ഹസൻ സഫാർ എന്ന ഷിയ പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ കിഴക്കൻ സൗദി അറേബ്യയിൽ ഹിസ്ബുള്ള സജീവമായി പ്രവർത്തിച്ചിരുന്നു. ബഹ്റൈനിൽ ധാരാളം കലാപങ്ങൾ നടത്തുകയും ധാരാളം രക്തച്ചൊരിച്ചിലുകൾ നടത്തുകയും ഒരുപാട് മനുഷ്യജീവൻ പൊലിയുകയും ചെയ്തു ഹിസ്ബുള്ള ബഹ്റൈനിയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളിലൂടെ. ഇതേപോലെ തന്നെ കുവൈത്തിലും ഹിസ്ബുള്ള അവരുടേതായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഹിസ്ബുള്ള എന്ന പേരിൽ അതാത് രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എന്നാൽ യഥാർത്ഥ ഹിസ്ബുള്ള അഥവാ ലബനാനിലെ ഹിസ്ബുള്ള അവർ നേരിട്ട് ഇറാന് വേണ്ടി ഇറാൻ ഇറാഖ് യുദ്ധവേളയിൽ ഇറാഖികളെ കൂട്ടക്കൊല നടത്തുവാൻ വേണ്ടി 10,000-കണക്കിന് ഹിസ്ബുള്ള മിലിറ്റൻറ്റുകൾ ഇറാഖിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ഇറാഖിലെ സുന്നി മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ ബഷാറുൽ അസദിനെ സഹായിക്കുവാൻ വേണ്ടിയും ഈ ലബനാനിലെ ഹിസ്ബുള്ള, ഈ ഹസൻ നസ്രുള്ളയുടെ കക്ഷി സിറിയയിൽ പോയി അവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെ അവരന്ന് ചെയ്തു കൂട്ടിയ കൃത്യങ്ങൾ, ഭീകര കൃത്യങ്ങൾ, മരിച്ച മനുഷ്യന്മാരുടെ പുറത്ത് വാളുകൊണ്ട് യാ അലി യാ ഹുസൈൻ എന്നൊക്കെ എഴുതി വെച്ചിരുന്നതായി അന്നത്തെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. വളരെ ക്രൂരമായി ചെറിയ കുട്ടികളെപ്പോലും ഈ ഭീകരന്മാർ കശാപ്പ് ചെയ്യുകയുണ്ടായി. മനുഷ്യന്മാരെ ജീവനോടെ അറുക്കുന്ന പരിപാടികൾ വളരെ കൂടുതലായിട്ട് ഈ ഹിസ്ബുള്ളയുടെ മിലിറ്റൻറ്റുകൾ സിറിയയിൽ നടത്തിയതായി ആ കാലത്തെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ അതൊരു കേവലം ലബനാനിൽ ഒതുങ്ങുന്ന ഒരു കേവലം ചെറിയ കക്ഷിയല്ല. അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇറാന് വേണ്ടി വ്യാപിപ്പിക്കുകയും അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കുകയും ചെയ്തതായിട്ട് ഓരോന്നും വളരെ വിശദമായിട്ട് ഹിസ്ബുള്ള അൽ യമനിയുണ്ട്, യമനിലെ ഹിസ്ബുള്ള. ഇപ്പോൾ അത് പോയി ഹൂസി എന്ന പേരുള്ള ഒരു ഭീകര സംഘമാണ് യമനിൽ ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ പേരിൽ ചുരുക്കത്തിൽ മധ്യപൗരസ്ത്യ ദേശത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഹിസ്ബുള്ളയുടെ യൂണിറ്റുകളും സജീവമായ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല, ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോയി പ്രവർത്തിക്കുവാനുള്ള മിടുക്കും ലബനാനിലെ ഹിസ്ബുള്ളക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.